ഹലോ. അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് രക്തരഹിത വിപ്ലവം. 1688 തൊട്ട് 1689 വരെ ഈ ഒരൊറ്റ വർഷക്കാലം നീണ്ടുനിന്ന ഒരു വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിപ്ലവത്തിന്റെ വേറൊരു പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് കൂടി ഇതിനെ അറിയപ്പെടും. സംഭവം എന്താണെന്ന് ചോദിച്ചാല് അന്ന് ഇംഗ്ലണ്ടിൽ ഭരിച്ചത് സ്റ്റുവർട്ട് എന്ന് പറഞ്ഞ ഒരു രാജവംശമാണ് പണ്ട് ഇംഗ്ലണ്ടിൽ ഭരിച്ചത്. അപ്പൊ ആ രാജവംശത്തിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ പുള്ളിക്കാരൻ എന്താണ് ഒരു കത്തോലിക്ക സഭ വിശ്വാസിയായിരുന്നു. അപ്പൊ കത്തോലിക്ക സഭ വിശ്വാസിയാകുമ്പോൾ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഊഹിക്കാനായിട്ട് പറ്റും. പണ്ടത്തെ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിൽ തന്നെ എന്താണ് കത്തോലിക്ക സഭ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. എന്തായി, ഒന്ന് പ്രൊട്ടസ്റ്റന്റും അതേപോലെ തന്നെ കത്തോലിക്ക സഭയും. അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയ കാര്യം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, അങ്ങനെ സ്പ്ലിറ്റ് ആയ സമയത്ത് ആ ഒരു സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അന്ന് നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്തു, കത്തോലിക്ക സഭ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പം അദ്ദേഹം എന്താണ്, തികഞ്ഞ ഒരു കത്തോലിക്ക സഭ വിശ്വാസിയായിരുന്നു. അപ്പൊ പ്രൊട്ടസ്റ്റന്റുകാരോട് പുള്ളിക്കാരന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റന്റുകാരെ എന്ത് ചെയ്തു, വളരെയധികം വളരെയധികം ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി, വളരെയധികം പീഡിപ്പിക്കാനായിട്ട്, അവർക്ക് ടാക്സിന്റെ കാര്യത്തിലായാലും ശരി വളരെയധികം ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, കുറച്ചു നാളും കൂടെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മകനായിരിക്കും രാജ്യം ഭരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തെ കാട്ടി കിടിലമായിരിക്കും ഇദ്ദേഹത്തിന്റെ മകൻ. അത് മനസ്സിലാക്കിയ ജനങ്ങൾ എന്ത് ചെയ്തു, രാജാവിനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ട് രാജാവിന് പകരം ആരെ ആക്കും, ഇതിന് പകരം ഇദ്ദേഹത്തിന് പകരം വേറെ ആരെ ആക്കാന്ന് അവരിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മകളെ പറ്റിയിട്ട് ഓർത്തത്. അപ്പം ഇദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ച ആളാണ് വില്യം മൂന്നാമൻ എന്ന് പറയും. പുള്ളിക്കാരൻ ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മകൾ, അതായത് നമ്മുടെ ജെയിംസ് രണ്ടാമന്റെ മകളായ മേരിയെ വിവാഹം കഴിച്ചത് ആരാണ്, വില്യം മൂന്നാമൻ എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റന്റ് കാരനാണ്. പുള്ളിക്കാരൻ വേറൊരു രാജ്യത്തെ രാജാവാണ്. അപ്പൊ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ അധികാരത്തിൽ വരട്ടെ, അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ എന്താണ്, മേരിയും വില്യവും കൂടി ഭരിക്കട്ടെ, അതാകുമ്പോ നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ ഉള്ള ഭരണത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി സമാധാനം കിട്ടുമെന്ന് ഈ ജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു, വില്യത്തിനെ പോയി കണ്ടു. വില്യത്തിനെ പോയി കണ്ടപ്പോ എന്ത് ചെയ്തു, ഈ ജെയിംസിന്റെ അടുത്ത് ഈ കാര്യമായി സംസാരിക്കാൻ, അല്ലെങ്കിൽ ജെയിംസ് രണ്ടാം രാജാവിന്റെ അടുത്ത് ഈ കാര്യം സംസാരിക്കാനായിട്ട് ആളുകൾ വന്ന സമയത്ത് ജെയിംസ് രണ്ടാമൻ പറഞ്ഞു പറ്റില്ല, തന്റെ കിരീടാവകാശം തന്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്തു, ഇരുവരും തമ്മിൽ ഒരു വർഷത്തോളം യുദ്ധം നീണ്ടു നിന്നു. യുദ്ധത്തിന്റെ ഒടുവിൽ എന്ത് ചെയ്തു, നമ്മുടെ വില്യം മൂന്നാമൻ അധികാരത്തിൽ വരാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം വന്നതോടുകൂടി ഇംഗ്ലണ്ടിലെ ഭരണത്തിന്റെ ഘടനയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായി. അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു സ്വേച്ഛാധിപത്യം മാറിയിട്ട് അവിടെ എന്താണ്, ഒരു സർക്കാർ വന്നു. സർക്കാർ വന്നിട്ട് ഒരു സർക്കാരിന്റെ ഭരണഘടനയിലുള്ള ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടായി. പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു എന്തെന്ന് പറയുന്നത്, രക്തരഹിത വിപ്ലവത്തിൽ മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ഇത്രയാണ് കാര്യം. അതിനകത്ത് ആ ഒരു സമയത്ത് ഉണ്ടായ കുറച്ച് മാറ്റങ്ങളാണ് ഈ ഒരു രക്തരഹിത വിപ്ലവത്തിൽ പറയുന്നത്. ഒരു വർഷക്കാലത്തോളം കൂടെ എന്ത് ചെയ്തു, ഈ രക്തരഹിത വിപ്ലവം ഉണ്ടായിരുന്നു.